ഏതു വലിയ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞൊടിയിടയിൽ രക്ഷപ്പെടാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ നേരിട്ട് വളരെ പെട്ടെന്ന് തന്നെ അള്ളാഹു നമ്മെ സഹായിക്കാനും കാരണമാകുന്ന ആയത്തുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ ആയത്തുകൾ നമ്മൾ ഏതു പ്രയാസങ്ങൾ വരുന്ന സമയത്തും ഓതിയാൽ അത് ആ സമയത്ത് തന്നെ നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വിഷയമാണ് എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കതിൽ നിന്നും മോചനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നൊരു വിഷയമാണ്. നമ്മളൊരു സ്ഥലത്ത് കുടുങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ വല്ലാതെ എന്തെങ്കിലും പ്രയാസപ്പെടുകയോ ചെയ്താൽ നിങ്ങൾക്കൊക്കെ വളരെ പെട്ടെന്ന് വളരെ ആത്മാർത്ഥതയോടുകൂടെ ചെയ്താൽ അതിന് നല്ല ഒരു റിസൾട്ട് ലഭിക്കുന്ന, നല്ല അനുഭവം ലഭിക്കുന്ന ആയത്തുകളാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനായിട്ട് കാണാം. കൃത്യമായി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇത് ഏതു സമയത്തും ഇത് പ്രയോഗിക്കാവുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ ഏതു പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് വളരെ പെട്ടെന്ന് സലാമത്ത് ലഭിക്കാൻ, രക്ഷ ലഭിക്കാൻ സഹായകമാകുന്ന ആയത്തുകള് മഹാന്മാർ പറയുന്നുണ്ട്. അപ്പൊ അത്തരം വിഷയങ്ങളിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഉടനെ തന്നെ നാം ചെയ്യേണ്ട, വളരെ പെട്ടെന്ന് നാം ചെയ്യേണ്ട വളരെ പവിത്രമായ ആയത്താണ് ഇത്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വന്ന, ഞാൻ സാധാരണക്കാരാണ് കൂടുതൽ കാണുന്നത് എന്ന അർത്ഥത്തിലാണ് ഇത് കൂടുതൽ അതിന്റെ അറബി ടെക്സ്റ്റുകളും മറ്റും ഇതിൽ ഞാൻ കൊണ്ടുവരാത്തത്. ഇൻഷാ അല്ലാഹ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. അപ്പൊ നമുക്ക് ഏത് പ്രതിസന്ധികളും പ്രയാസങ്ങളും വരികയാണെങ്കിൽ ഉടനെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ആയത്തുകളാണ് ഈ ആയത്ത്. എല്ലാ ആയത്തുകളും നല്ല ആയത്താണ്. ഓരോ ആയത്തുകളും അതിന് കൃത്യമായ ചില പ്രയോഗങ്ങളുണ്ട്. അതാ മർമ്മപ്രധാനമായ ആയത്തുകള് ആ വിഷയങ്ങളിലേക്ക് ആത്മാർത്ഥമായി പ്രയോഗിച്ചാൽ അതിന് നല്ല റിസൾട്ട് കിട്ടും. അത് മനസ്സിലാക്കി ചെയ്യണം, അറിഞ്ഞു ചെയ്യണം, അത് വിശ്വാസത്തോടുകൂടെ ചെയ്യണം, ബോധ്യത്തോടുകൂടെ ചെയ്യണം. അപ്പൊ അതിന് നല്ല റിസൾട്ട് ഉണ്ടാകും. അതിൽ പെട്ടതാണ് എന്ത് വിഷയങ്ങൾ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇപ്പൊ മോന് ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് എന്തെങ്കിലും പറയാം, ഉടനെ തന്നെ ഒരു ഉമ്മ എന്ന അർത്ഥത്തില് അല്ലെങ്കിൽ ഒരു ഉപ്പ എന്ന അർത്ഥത്തിൽ നിങ്ങൾക്ക് അവരോട് പറയാൻ പറ്റുന്ന നല്ലൊരു അമലാണ് ഈ അമല്. നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തി ആയത്തുൽ കുർസി ഒരൊറ്റ തവണ, ആമന റസൂൽ അതും ഒരൊറ്റ തവണ. ഇത് രണ്ടു മാത്രമുള്ള വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചൊല്ലി തീർത്തൂടെ? വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ചൊല്ലാവുന്നതാണ്. ഈ രണ്ട് കാര്യങ്ങളെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി നമ്മുടെ മക്കളോട് നിങ്ങളുടെ സ്വന്തം വിഷയത്തിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അതിന് ലഭിക്കുന്ന ശ്രേഷ്ഠത മഹാന്മാർ കിതാബുകളിൽ അതിന് കൃത്യമായി രേഖപ്പെടുത്തിയ പദം കാണാം. അഗാസഹുല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിക്കും എന്നുള്ളതാണ്. ആ വിഷയത്തിൽ അള്ളാഹുവിന്റെ ഒരു സഹായം ഉടനെ തന്നെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുകൊണ്ട് അമല് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും. ഇത് അറിഞ്ഞ അമല് ചെയ്യുന്നവര് അള്ളാഹുവേ അവർക്കൊക്കെ നീ അതിന് കൃത്യമായ ആ ഫലം, റിസൾട്ട് അവരുടെ ജീവിതത്തിൽ നീ നൽകണം അല്ലാഹ്. ഇത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. നിങ്ങളോട് മറ്റുള്ളവര് ഇത്തരം വിഷയങ്ങൾ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക്, നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ അയൽവാസികൾക്കൊക്കെ അവരെന്തെങ്കിലും പ്രയാസങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഞാൻ പറയുന്ന ആയത്തൊന്ന് ഓതി ഇൻഷാ അല്ലാഹ് റാഹത്തായിക്കോളും എന്ന് സമാധാനിപ്പിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അമലാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഓരോ ദിവസവും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കത് എടുക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്. എനിക്കറിയാം നിങ്ങളൊക്കെ ഇപ്പോഴും അതിൽ ഫോൺ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഫോൺ അത് എടുക്കാൻ തന്നെ പറ്റുന്നില്ല. കാരണം ഒരു മിനിറ്റിൽ ഞാനത് വന്ന ആളുകൾക്ക് നേരിട്ട് കാണിച്ചു കൊടുത്തിരുന്നു. അവരൊക്കെ വിചാരിക്കും എന്താ ഉസ്താദ് ഫോൺ അടിച്ചെടുക്കാത്തതെന്ന്. ഒരു മിനിറ്റിൽ 4 കോളുകളാണ് അതിൽ കാണുന്നത്. ഒരു മിനിറ്റിൽ 4 കോളുകൾ വന്നിട്ട് ഓരോരുത്തരും എല്ലാവരോടും ഞാൻ പറയാറുള്ളത്, നിങ്ങൾ വിളിക്കുന്ന സമയത്ത് അഥവാ ഫോൺ എടുക്കണമെങ്കിൽ ഉച്ചത്തിൽ സംസാരിക്കണം. നിങ്ങൾ ഇങ്ങനെ എന്താ ഉസ്താദ്, ചിലരൊക്കെ വിളിച്ച ഉസ്താദിനെ റാഹത്തല്ലേ, ഉസ്താദ് നാട്ടിലുണ്ടോ, മജ്ലിസൊക്കെ അങ്ങനെ പോകുന്നു, ഇത്തരം ഇൻട്രൊഡക്ഷനും ഇത്തരം മുഖദ്ദിമകളും മുമ്പേ പറയുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കി വേഗത്തിൽ വളരെ ഉച്ചത്തിൽ നിങ്ങളുടെ വിഷയം മാത്രം പറയുമ്പോൾ നമുക്ക് സൗകര്യമായിരിക്കും. അപ്പൊ നമുക്കൊരു 30 സെക്കൻഡ് കൊണ്ട് 40 സെക്കൻഡ് കൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് ഓരോരുത്തർ വിളിച്ചിട്ട് കുറേ സമയം സംസാരിക്കാനൊക്കെ നിന്നാല് തീരെ അവസരം കിട്ടൂല.
ഒന്നിനും. അതുകൊണ്ട് വിളിക്കുന്നവര് അഥവാ ഫോൺ എടുക്കുന്ന സമയത്താണെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വിഷയം മാത്രം പറയാം. നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾ പറയേണ്ടതില്ല, നിങ്ങളുടെ പേരെന്താണെന്ന് നിങ്ങൾ പറയേണ്ടതില്ല, വിഷയം മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ അതിനനുസരിച്ച് പിന്നീട് ഇവിടുന്ന് ചോദിക്കുകയാണ് നിങ്ങളുടെ പേരും സ്ഥലമൊക്കെ, അപ്പോൾ മാത്രമാണ് അതിന് മറുപടി പറയേണ്ടത്. അല്ലാതെ നിങ്ങൾ ഇങ്ങോട്ട് പറയേണ്ടതില്ല. വേഗം ഫോണ് അഥവാ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഉടനെ തന്നെ കാര്യം വളരെ സ്പീഡിൽ, വേഗത്തിൽ, വ്യക്തതയിൽ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്കത് എളുപ്പമായിരിക്കും. അല്ലാഹു കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ നമ്മുടെ നൂറെ മദീനയുടെ മജ്ലിസ് എല്ലാ ദിവസവും രാവിലെ 6:15 രാത്രി 7:15 നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ മജ്ലിസിൽ പങ്കെടുക്കണം ഇൻഷാ അല്ലാഹ്. മജ്ലിസിൽ പങ്കെടുത്ത് മജ്ലിസിലിരുന്ന് വളരെ ആത്മാർത്ഥമായി ആയത്തുൽ അസ്മാഉൽ ഹുസ്നയും അതേപോലെ തന്നെ ഹദ്ദാദു റാത്തീബും ഇർദുൽ ലത്തീഫൊക്കെ ചൊല്ലുന്നുണ്ട്. അസ്മാഉൽ ഹുസ്നയ്ക്ക് 100 ദിവസം തുടർച്ചയായി ഒരു മജ്ലിസ് ഒഴിവാക്കാതെ പങ്കെടുത്ത കുടുംബങ്ങളുണ്ട്. അവര് അങ്ങനെ നേർച്ചയാക്കി പങ്കെടുക്കുന്ന, അവര് വർഷങ്ങളായിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഇടക്കൊക്കെ ക്യാൻസൽ ആവും, പക്ഷെ തുടർച്ചയായിട്ട് 100 ദിവസം പൂർണ്ണമായിട്ട് അസ്മാഉൽ ഹുസ്ന ഒന്നും ഒഴിവാക്കാതെ 99 ദിവസം പതിവാക്കിയിട്ട് 100 പൂർത്തിയാക്കിയവരൊക്കെ എനിക്കറിയാം. ഞാൻ അവരുടെ ലിസ്റ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ അതിന്റെ റിസൾട്ട് കിട്ടിയവരാണ് അങ്ങനെ പങ്കെടുത്തവരുടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് മജ്ലിസിലൊക്കെ പങ്കെടുക്കുക, വളരെ ആത്മാർത്ഥമായി പങ്കെടുക്കുക. നമ്മുടെ നൂറെ മദീനയുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു ധാരാളം അവനിലേക്ക് ദിക്റുകൾ ചൊല്ലി, അദ്കാറുകൾ ചൊല്ലി, ഖുർആൻ ഓതിയിട്ട് അവനിലേക്ക് അടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ ഖൈറും സന്തോഷം ലഭിക്കാനൊക്കെ കാരണമാകും. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവര്, കിഡ്നി തകരാറിലായവര്, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവര്, ഫിക്സ് സംഭവിച്ചവര്, അങ്ങനെ തുടങ്ങി ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു എല്ലാവർക്കും നീ ആജിലായ ശിഫ നൽകണം അല്ലാഹ്. ലക്ഷക്കണക്കിന് കടബാധ്യതയുള്ളവരുണ്ട്, കടങ്ങളെല്ലാം വീട്ടിക്കൊടുക്കണം റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് നൽകണം അല്ലാഹ്. ഗർഭിണികളായ സ്ത്രീകളുണ്ട്, സന്തോഷമുള്ള റാഹത്തുള്ള സുഖപ്രസവം നൽകണം അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണം അല്ലാഹ്. ബിസിനസ്, കച്ചവടം ഇതൊക്കെ പൊട്ടിക്കിടക്കുന്നവരുണ്ട്. അല്ലാഹുവേ അവരുടെയൊക്കെ ജീവിതത്തിൽ നീ വലിയ ഖൈറാത്തുകൾ വർദ്ധിപ്പിച്ചു നൽകണം അല്ലാഹ്. സന്തോഷങ്ങൾ വർദ്ധിപ്പിച്ചു നൽകണം റഹ്മാനെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും വേണ്ടിയിട്ട് നേരിട്ടും അല്ലാതെയൊക്കെയുള്ള മജ്ലിസുകളുണ്ട്, ഓഫ്ലൈൻ മജ്ലിസുകളൊക്കെ ധാരാളമുണ്ട്. പള്ളികളിൽ വെച്ച് ദുആ ചെയ്യുമ്പോൾ, മുത്തഅല്ലിമീങ്ങളെ കൂട്ടി വെച്ച് ദുആ ചെയ്യുമ്പോൾ, അങ്ങനെ നാട്ടുകാരൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ, പുറത്ത് നടക്കുന്ന സ്വലാത്ത് മജ്ലിസുകളിലൊക്കെ നിങ്ങളൊക്കെ എഴുതി അറിയിക്കുന്ന ഓരോ ദുആ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് ഇൻഷാ അല്ലാഹ്. അതൊക്കെയാണല്ലോ നമ്മുടെ പ്രതീക്ഷ. നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അസാന്നിധ്യത്തിലുള്ള ദുആ അല്ലാഹു സ്വീകരിക്കുന്ന, ഒരാളുടെ അഭാവത്തിൽ വെച്ച് ദുആ ചെയ്യുമ്പോൾ, മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ, അങ്ങനെ ദുആ സ്വീകരിക്കാൻ അനുകൂലമാകുന്ന ചില ഘടകങ്ങളൊക്കെ ഉണ്ട്. അതിൽപ്പെട്ട ഒരു ഘടകമാണ് അഭാവത്തിലുള്ള ദുആ. അപ്പോൾ നിങ്ങളിവിടെ മുമ്പിലില്ല, നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നു, നിങ്ങൾ നമുക്കും വേണ്ടി ദുആ ചെയ്യുന്നു. അത്തരം ദുആകളൊക്കെ പെട്ടെന്ന് ഖബൂലാക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇജാബത്ത് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശിഷ്ടകാലം അവന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമളാൻ ഷരീഫ് നമ്മിലേക്ക് ഇതാ കുറഞ്ഞ സമയം കൂടെ ഉള്ളെടുക്കാൻ നമുക്കതിലേക്ക് അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. എത്രയോ ആളുകൾ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് മരണപ്പെട്ടു പോയവരുണ്ട്. അവർക്കൊന്നും അതിന് ഭാഗ്യം ലഭിച്ചില്ലല്ലോ. അവരുടെ അജലെത്തിയപ്പോൾ അവർ അല്ലാഹുവിലേക്ക് മടങ്ങി അല്ലേ. ഇദാ ജാ അജലുഹ, ആ സമയം എത്തിക്കഴിഞ്ഞാൽ പിന്നെ വലയു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹ, സമയം എത്തിക്കഴിഞ്ഞാൽ ഒരാളെയും പിന്തിപ്പിക്കൂല. ഞാനും പോകേണ്ടി വരും, നിങ്ങളും പോകേണ്ടി വരും. ദുനിയാവിലൊന്നും ഉണ്ടാവില്ല. ഈ വീമ്പ് മറിഞ്ഞ് നടന്നതും ഈ അഹങ്കരിച്ച് നടന്നതും ഒന്നും ഒക്കെ ഈ ഒരു നിമിഷം കൊണ്ട് അവസാനിക്കാനുള്ളതാണ് എന്ന ബോധ്യത്തിൽ റബ്ബിനെ തഖ്വ ചെയ്ത് ജീവിക്കാൻ ഓരോരുത്തരും തയ്യാറാകണമെന്ന് എന്നോട് ആദ്യമായിട്ടും പിന്നീട് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.